കൊടിസുനിയുടെ പരോൾ വിവാദമാക്കേണ്ടതില്ലെന്ന് അമ്മ N.K. പുഷ്പജിയും സഹോദരി സുജിനയും 6 വർഷമായി പരോൾ ലഭിച്ചിട്ടില്ല. പരോൾ ലഭിച്ചത് നിയമപരമായാണ്. TP കേസിലെ പല പ്രതികൾക്കും പരോൾ ലഭിച്ചിട്ടുണ്ടെന്നും സുനിയും പരോളിന് അർഹനാണെന്നും കുടുംബം പറയുന്നു. 6 വർഷമായി എൻ്റെ മകന് പരോൾ ലഭിക്കാതെ അതിൻ്റെ അത് കൊടുത്തുകൊണ്ട് ഇപ്പം പരോൾ ലഭിച്ചു. അതിനെ പറ്റിയിട്ട് ഇപ്പം ഇതായിട്ടില്ല. അത് 6 വർഷം കിട്ടാതെ കൊണ്ട് ഞാനിങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ കൊടുത്ത് സമ്മതിച്ച് അപ്പോൾ ഇപ്പം പരോൾ ലഭിച്ചു. അപ്പോൾ അതിപ്പോൾ ഇനി വിവാദമായിട്ട് പറയുന്നുണ്ട്. അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നാണ് 6 വർഷമായിട്ട് പരോള് അപേക്ഷിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. അവസാനമാണ് അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് പരോള് ലഭിച്ചത്. അപ്പോൾ ഏതൊരു തടവുകാർക്കുള്ള ഒരു ആനുകൂല്യമല്ലേ പരോള്. ഇപ്പോൾ കോവിഡ് കാലത്ത് പോലും ഈ പരോള് കിട്ടുക പുറത്തിറങ്ങുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കേസിലെ ആൾക്കാർ പുറത്തിറങ്ങിയിട്ടു സുനിക്ക് മാത്രം പുറത്തിറങ്ങാനുള്ള ഒരു കാര്യത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 6 വർഷം കൂടിയിട്ട് കിട്ടിയ പരോളല്ലേ, അപ്പോൾ അത് റദ്ദാക്കണം. എന്തിൻ്റെ കാര്യത്തിലാണ് പരോള് കൊടുത്തതെന്നുള്ളൊരു വിവാദം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്കും അങ്ങനെ കാണാം. അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ്. അസുഖമായിട്ട് അധികം നടക്കാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള ഒരാളാണ്. നീതു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നീതു, കൊടിസുനിക്ക് ഈ പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം ഉടലെടുത്ത സാഹചര്യത്തിലാണോ സുനിയുടെ അമ്മയും സഹോദരിയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്? തീർച്ചയായും 30 ദിവസത്തെ പരോളായിരുന്നു കൊടിസുനിക്ക് ജയിൽ വകുപ്പ് അനുവദിച്ചിരുന്നത്. ഇത് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഏറെ വിവാദമാവുകയും ചെയ്തു. ഈയൊരു സാഹചര്യത്തിലാണ് കൊടിസുനിയുടെ മാതാവ് പുഷ്പയും അതോടൊപ്പം തന്നെ സഹോദരി സുജിനയും തലശ്ശേരിയിൽ മാധ്യമ പ്രവർത്തകരെ കാണുകയുണ്ടായത്. കൊടിസുനിക്ക് പരോൾ ലഭിച്ചത് നിയമപരമായാണെന്നാണ് കുടുംബം പറയുന്നത്. 6 വർഷമായി ഈ ഒരു കേസിൽ ജയിലിൽ കഴിയുന്ന കൊടിസുനി എന്ന സുനിൽകുമാറിന് പരോള് കേസിൽ ജയിലിൽ കഴിയുന്ന സുനിൽകുമാറിന് പരോൾ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ തീർച്ചയായും സുനി പരോളിന് അർഹനാണെന്ന് കുടുംബം ഉന്നയിക്കുകയുണ്ടായി. നിലവിൽ കർശനമായ ഉപാധികളോടെയാണ് കൊടിസുനിക്ക് 30 ദിവസത്തെ പരോള് ജയിൽ വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഒരു കാരണവശാലും പ്രവേശിക്കരുത് എന്ന ഉപാധികളോടെയാണ് ജയിൽ വകുപ്പ് നിലവിൽ പരോൾ അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ വയനാട്ടിലെ ഒരു കുടുംബ വീട്ടിലാണ് കൊടിസുനിയുള്ളത്. ഇത്തരത്തിൽ മാതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ മാതാവ് പുഷ്പ ഈ ഒരു ഈ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയത്. കഴിഞ്ഞ 6 വർഷമായി നിരന്തരമായി ജയിൽ വകുപ്പിന് കുടുംബം ഈ പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകളും അതുപോലെ തന്നെ അപേക്ഷകളും നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ നിഷേധിക്കുന്ന ഒരു നിലപാടായിരുന്നു ജയിൽ വകുപ്പിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് മാതാവ് N.K. പുഷ്പ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. തുടർന്നാണ് കർശനമായ ഉപാധികളോടെ 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ പരോളിനെ അനുകൂലിച്ചുകൊണ്ട് മുൻ CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റുകൾ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും പരോളിന് അർഹനാണ് കൊടിസുനി. 6 വർഷമായി ജയിലിൽ കഴിയുന്ന ഒരു തവണ പോലും പരോൾ ലഭിക്കാത്ത കൊടിസുനിക്ക് നിയമപരമായി 30 ദിവസത്തെ പരോൾ ലഭിച്ചത് വിവാദമാക്കേണ്ടതില്ലെന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി P. ജയരാജനും ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 60 ദിവസം ഒരു കേസിൽ കഴിയുന്ന പ്രതിക്ക് പരോൾ അനുവദിക്കാവുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ 45 ദിവസത്തെ അടിയന്തര പരോളും അനുവദിക്കാവുന്നതാണ്. എന്നാൽ ജയിലിലെത്തിയതിനു ശേഷവും കൊടിസുനിക്ക് നിരവധിയായ കേസുകളും ഉണ്ടായിരുന്നു. നിരവധി പ്രശ്നങ്ങളും കൊടിസുനിയുടെ ഇടക്കാലത്ത് നിരവധി കേസുകൾ ഈ കൊടിസുനി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ജയിലിനകത്തും. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു നേരത്തെ സമർപ്പിച്ച പരോളിന്റെ അപേക്ഷകളെല്ലാം തന്നെ ജയിൽ വകുപ്പും സർക്കാരും നിരസിച്ചത്. കുടുംബം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേസിലെ നിരവധി പ്രതികൾക്ക് ഈ ജയിലിൽ കഴിയുന്ന മറ്റു നിരവധി പ്രതികൾക്ക് പരോൾ ലഭിച്ചിട്ടുണ്ടോ? ഈ ഒരു സമയത്തൊന്നും വിവാദമാക്കാതെ കൊടിസുനിയുടെ കാര്യത്തിൽ മാത്രം മാധ്യമങ്ങൾ ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളായാൽ തന്നെ ഈ ഒരു കൊടിസുനിയുടെ പരോൾ മാത്രം വിവാദമാക്കേണ്ട
വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. അർജുൻ.